നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോയാണ്. 5 മിനിറ്റിലും താഴെ മതി. കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു കറിയാണ്. ഈ ചൂടത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി. ചൂടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് UK ചൂടാണ് കേട്ടോ. ചൂടത്ത് കഴിച്ച വയറിന് നല്ല സുഖം തരുന്ന ഒരു കറി. അതിനായിട്ട് ഒരു ക്യൂക്കമ്പർ വേണം. അതിനായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങിയേക്കുവാണ് വിളവെടുപ്പിനായിട്ട്. കഴിഞ്ഞ ഗാർഡൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ ഗാർഡനിൽ ക്യൂക്കമ്പർ വിളഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഒരു 4 ക്യൂക്കമ്പർ ഉണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ പച്ചക്കറികളാവുമ്പോൾ അതിനകത്ത് വിഷമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൈകൊണ്ട് നട്ട് നനച്ചുണ്ടാക്കുന്നതാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ ഒരു വിളവെടുപ്പ് നടത്തി. അപ്പൊ അതിൽ നിന്ന് ഒരു ക്യൂക്കമ്പറാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. മോനാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പാചകത്തിന് ആള് കൂടിയിട്ടുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയണം. പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇനി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കേണ്ടതുണ്ട്. മുറിച്ചെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുവാണ് ചെയ്യുന്നത് ഇത്. അപ്പോൾ ഇതിനകത്ത് അരിയൊന്നും നമ്മൾ നീക്കം ചെയ്യണ്ട കേട്ടോ. ഇതുപോലത്തെ സാലഡ് ക്യൂക്കമ്പർ ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ കണിവെള്ളരി അല്ല കേട്ടോ. ചൂടത്ത് നമുക്ക് പെട്ടെന്ന് എങ്ങനെങ്കിലും കുക്കിംഗ് കഴിച്ച് വേഗത്തിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നൊരു ചിന്തയല്ലേ. അങ്ങനെയുള്ള സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. തന്നെയുമല്ല വളരെ ടേസ്റ്റിയുമാണ് ഈ കറി. അപ്പൊ നമ്മൾ അരിഞ്ഞെടുത്ത് ക്യൂക്കമ്പർ എല്ലാം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. കൂട്ടത്തില് ഒരു 4 പച്ചമുളകും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കുക. 2 വെളുത്തുള്ളി അല്ലി ചേർത്തു. 1 പിടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂണിലും താഴെ കുരുമുളക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ക്യൂക്കമ്പറിന്റെ ആ ഒരു ജലാംശം കൊണ്ട് തന്നെ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ അതിലായിട്ട് ചേർക്കാൻ പോകുന്നത് തൈരാണ്. ഇവിടെ യോഗട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, നല്ല കട്ടിയുള്ള യോഗട്ട്. എൻ്റെ യോഗട്ടിന് പുളി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ എടുക്കുന്നുണ്ട്. പുളി കൂടിയ തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്ത് ചേർത്ത് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് ഈ തൈര് അരച്ചെടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത്. ഇപ്പൊ തന്നെ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു താളിപ്പും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ജീരകം, സാദാ ജീരകമാണ് ചേർത്തേക്കുന്നത്. വറ്റൽമുളകും കറിവേപ്പിലയും കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ കറി ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു താളിപ്പും കൂടെ ചേർത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയറ് നിറച്ച് ചോറിനാൻ ഈ ഒരു കറിയും കുറച്ച് പിക്കിളും ഒരു പപ്പടവും മാത്രം മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകണ്ട. Thank you for watching. Bye bye.